ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വ്ളോഗ് വിത്ത് ശ്രീ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മൂക്ക് കുത്തിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസിനെ പറ്റി. ആ വീഡിയോസ് ഇടുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മൂക്ക് കുത്തിയിട്ട് ആൾക്കാർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരിക്കുന്നു. കാരണം ഞാൻ ഇങ്ങനെ മൂക്ക് കുത്തിയ സമയത്ത് എനിക്ക് മാത്രം നോക്കുമ്പോൾ പഴുക്കുന്നുണ്ട്, ഈ ബംസ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ കുത്തിയ ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കി, ഇതെന്താ ഇങ്ങനെ വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു ഉപ്പ് വെച്ചാൽ മതി, അവർക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. ജസ്റ്റ് കുത്തി വന്ന സമയത്ത് അവർ ഉപ്പ് വെള്ളമാക്കി കൊടുത്തു, അല്ലെങ്കിൽ ഉപ്പാക്കി കൊടുത്തു. അല്ലാണ്ട് ഇങ്ങനത്തെ പ്രശ്നമൊന്നും അവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമുള്ള കാര്യമാണോ ദൈവമേ. എന്നിട്ട് എന്ത് ചെയ്തു, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, വേറെ ആരെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടോ, മൂക്ക് കുത്തിയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ നോക്കിയ സമയത്ത് അങ്ങനെ ആരും ഇതിനെപ്പറ്റി ഒരു വീഡിയോ കണ്ടില്ല. കൂടുതൽ പേരും ഇംഗ്ലീഷുകാരൊക്കെയാണ്, എന്താ പറയുക, ഇംഗ്ലീഷ് യൂട്യൂബേഴ്സാണ് കൂടുതൽ ഞാൻ ഇട്ടത്. നമ്മുടെ മലയാളം. അപ്പം ഞാൻ വിളിച്ചു ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല, ആർക്കും കുഴപ്പമില്ല, അതെന്താ ഇവിടെ മാത്രമുള്ളതാണോ ഒക്കെ ആകെ ഒരു കൺഫ്യൂഷനായി. ബട്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എത്ര പേരാണ് ഈ മൂക്ക് കുത്തിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മേക്കാതൊക്കെ കുത്തിയിട്ട് ഒരുപാട് പ്രോബ്ലം സഫർ ചെയ്യുന്നതെന്ന്. കാരണം എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ആണ് അതിൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്. ഞാൻ മാക്സിമം അതിനൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനതിന് റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ മൂക്ക് കുത്തിയിട്ട് ഏകദേശം 1 വർഷം ആവാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ആയിരുന്നു ഈ മൂക്ക് കുത്തിയെ കൊണ്ട് ഉണ്ടായതെന്ന്. കാരണം ഇങ്ങനെ ബംസ് വരിക, പഴുത്തിരിക്കുക, മാറുന്നില്ല. ആരോട് ചോദിച്ചപ്പോഴും ഒരു കുഴപ്പമില്ല, ഇങ്ങനെയൊന്നും വരാറില്ലല്ലോ, അതെന്താ അപ്പോൾ നിനക്ക് ഇങ്ങനെ വന്നേ, അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് ഒന്ന് നോക്കാം. മൂക്ക് കുത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ മറ്റേ ഗൺ ഷൂട്ടാണ് ചെയ്തത്. എന്നിട്ട് അപ്പം എന്നോട് അയാൾ അന്നേ പറയുന്നു, കുത്തി തന്ന ആയട്ടൻ പറഞ്ഞിരുന്നു ഇപ്പോൾ വരരുത്, ഉണങ്ങിയതിന് ശേഷം മാത്രം, നല്ലോണം ഉണങ്ങിയെന്ന് തോന്നിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഗോൾഡ് ഇട്ടാൽ മതി. ഞാൻ എന്ത് ചെയ്തു, അന്ന് മൂക്ക് കുത്തിയ സമയത്ത് തന്നെ അവിടുന്ന് ഈ മൂക്കുത്തി വാങ്ങിയിരുന്നു. അപ്പം എന്ത് ചെയ്തു, വീട്ടിൽ വന്നു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ആകാംക്ഷയായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഊരിയിട്ടു. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കത് ഊരിക്കളയാനും ഇതിവിടെ ഇടാനൊന്നും വലിയ പ്രശ്നമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല, എനിക്ക് പഴുത്തിട്ടൊന്നുമില്ലല്ലോ, കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ കുത്തി വന്ന സമയത്ത് തന്നെ ഉപ്പുവെള്ളമൊക്കെ ആക്കി കൊടുത്തിരുന്നു. അങ്ങനെ മിക്കവാറും ഞാൻ ഊരിയും കൊണ്ടായിരിക്കണം, എന്താ പറയുക, ഉണങ്ങണതിന് മുന്നേ ഊരിയിട്ട് ഇതിട്ടില്ലേ, അപ്പം ഇൻഫെക്ഷൻ ആയതായിരിക്കണം. പിന്നെ അന്ന് കുഴപ്പമില്ല, പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എവിടെയൊക്കെ ചോന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ നോക്കുമ്പോൾ ചെറിയൊരു കുരു പോലെ ഇങ്ങനെ നമ്മുടെ കുറച്ച് വലിയ ഇങ്ങനെ അവിടെ പൊന്തി നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും മൂക്കുത്തി ഉള്ളിലേക്ക് പോകും. മൂക്കൊക്കെ കൂടെ ഇവിടെ വിങ്ങിയിരിക്കുകയാണ്, മൂക്കുത്തി ഉള്ളോട്ട് താന്നു പോവാണ്. അപ്പോൾ ആകെ ടെൻഷനായിപ്പോയി. ഒന്നാമത് നമ്മുടെ മൂക്കിൽ പെട്ടെന്ന് എന്താ ഇങ്ങോട്ട് കാണല്ലേ ചെയ്യുക, ഫേസിൽ ഇങ്ങനെ എന്താ പറയുക എടുത്തറിയണ ഒരു ഭാഗമല്ലേ, അപ്പോൾ വൃത്തിയായിട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആകെ കൂടെ ടെൻഷനായി എന്താ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഉപ്പ് എന്താ പറയുക എടുത്തിട്ട് ഈ പേസ്റ്റ് ആക്കില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കട്ടാക്കിയിട്ട് ഇതിൻ്റെ ചുറ്റും വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാ ഈ ബഡ്സ് എടുത്തിട്ട് ഇപ്പം വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിൽ ഉപ്പ് ചാലിച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ ഉൾവശത്തായിട്ടും ഇങ്ങനെ ഉള്ളോട്ടാക്കിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ പുറമേ മാത്രം നമ്മൾ ക്ലീൻ ചെയ്താൽ പോരാ, ഉള്ളിലും ഇതുപോലെ തന്നെ ബഡ്സ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഴുത്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഊരി മാറ്റരുത്. മിക്കവാറും എല്ലാവരും പേടിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്, അയ്യോ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും അലർജി ആയി പോവാണോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ കൂടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഴുക്കണ സമയത്ത് അത് ഊരി മാറ്റും. അങ്ങനെ ഊരിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പഴുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഓട്ട എന്ത് ചെയ്യും, നമ്മുടെ ആ ഹോൾ അങ്ങ് അടഞ്ഞു പോകും. പിന്നെ നമ്മൾ രണ്ടാമത് വേണമെങ്കിൽ കുത്തേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ മൂക്കുത്തി ഊരി മാറ്റാൻ പാടില്ല, അതവിടെ ഇരുന്നോട്ടെ, നമുക്കത് മാറ്റിയെടുക്കാം. മിക്കവാറും എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന റെമഡീസ് ഉപയോഗിച്ചാൽ തന്നെ ഈ പ്രോബ്ലം മാറി കിട്ടുന്നതാണ്. നമ്മളിതൊക്കെ ചെയ്ത് നോക്കിയിട്ടും ഒരു രക്ഷയില്ല, അത് മാറുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറെ പോയിട്ട് കണ്ടാൽ മതി. അപ്പം നമുക്ക് അവർ എന്തെങ്കിലും ഓയിൽമെൻ്റ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഉൾവശത്തും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യണമെന്ന്. ഈ പുറമേ മാത്രമല്ല, ഉള്ളിലും ഈ ബംസ് വരാറുണ്ട്. അപ്പോൾ അത് മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ ബഡ്സ് ഉപയോഗിച്ചിട്ട് ഉൾവശത്തും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം. ഇനിയിപ്പോൾ അഥവാ ഊരി മാറ്റിയെന്ന് വിചാരിക്കുക, നമ്മുടെ ഒരു നിവൃത്തി ഇല്ലാണ്ട് മൂക്കുത്തി ഊരി മാറ്റി കഴിഞ്ഞാൽ ഈ തുളസീൻ്റെ കമ്പില്ലേ, ചെറിയ കുഞ്ഞി കഷ്ണം ഉണ്ടാവും, അതെടുത്തിട്ട് നമുക്ക് ആ ഹോളിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഊരിയ ആൾക്കാരുടെ കേസാണ് പറയുന്നത്. നമുക്ക് അതെടുത്തിട്ട് ഈ ഹോളിൽ ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ചുങ്ങും. തുളസിയൊക്കെ ഇല്ലേ, എന്താ പറയുക, പച്ചക്കൊമ്പാകുമ്പോൾ അത് പിന്നെ ഉണങ്ങിപ്പോവും. അപ്പം അതനുസരിച്ചുള്ള കമ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഉപ്പുവെള്ളാക്കി കൊടുക്കുക. അതുപോലെ തന്നെ മാറി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, മൂക്കുത്തി എടുത്തിടാവുന്നതാണ്.
എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ്പിരിൻ യൂസ് ചെയ്യുന്നത് ഞാൻ എന്താ പറയുക വെസ്റ്റേൺ യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടുള്ള അത് കണ്ടതാണ് ഈ ആസ്പിരിൻ്റെ യൂസ്. അപ്പം ആസ്പിരിൻ്റെ വൈറ്റ് ടാബ്ലറ്റാണ് ഏറ്റവും അതിൻ്റെ MG കുറഞ്ഞ ടാബ്ലറ്റാണ് എടുത്തത്. അതിൽ ഈ ഉപ്പാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് മൂക്കിന് ചുറ്റും വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ ആ ഒരു തടിപ്പുള്ളത് കൊണ്ട് തന്നെ ഈ മൂക്കുത്തി ഉള്ളോട്ട് ഇറങ്ങിപ്പോവില്ലേ. അപ്പം ഞാൻ ചെയ്ത പണി എന്താ വെച്ചാൽ നൂലെടുത്തു, നല്ലൊരു വൃത്തിയുള്ള നൂലെടുത്തിട്ട് എന്ത് ചെയ്യാം, ഇത് കുറച്ച് കട്ടിയിലെടുത്തിട്ട് ഉള്ളോട്ട് ഇറങ്ങി പോണ കേസാണ് ഞാൻ പറയുന്നത്. നല്ല വൃത്തി ഉണ്ടാവണം. മൂക്ക് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്ന് മൂക്കുത്തി തള്ളി പിടിച്ചിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കില്ലേ, ഇങ്ങനെ നന്നായിട്ട് ഫുള്ള് ചുറ്റി കൊടുക്കുക. കുറച്ച് കട്ടിയിലെ രാത്രിയത്തെ കാര്യമാണ് പറയുന്നത്. ഈ മൂക്കുത്തിന് ചുറ്റും ഈ നൂലോണ്ട് എന്ത് ചെയ്യുക, ഒന്ന് ചുറ്റി ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ആസ്പിരിനും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് ഞാൻ ചെയ്തത്. കാരണം എനിക്ക് പേടിയായിരുന്നു, നോക്കുമ്പോൾ ഉള്ളോട്ട് ഇറങ്ങിപ്പോകും. അപ്പം ഞാൻ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്, മൂക്കുത്തി ഇറങ്ങി പോകുന്നതിന് ഇത് ചുറ്റിയതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുക, മറ്റേ ആസ്പിരിനും ഉപ്പും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ആ പേസ്റ്റ് മൂക്കിന് ചുറ്റും അങ്ങനെ വെച്ച് കൊടുത്തത്. എൻ്റെത് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും എന്താ പറയുക, നീര് കുറഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ്. അപ്പം മൂക്കുത്തി ഉള്ളിൽ പോണത് മാറി. പിന്നെ അങ്ങനെ പതുങ്ങിയിരുന്ന സമയത്ത് ഇതുകൊണ്ട് ടൈറ്റാക്കിയപ്പം എന്താ പറയുക ആസ്പിരിൻ്റെ കൂടെ എഫക്റ്റ് കൊണ്ടായിരിക്കും അത് നന്നായിട്ട് താന്നിരുന്നു. അങ്ങനെ 2-3 ദിവസം ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. ഇപ്പം ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇപ്പം ഈ മൂക്കുത്തിയും കൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഉപ്പുവെള്ളം ആക്കിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ക്ലീൻ ചെയ്തിട്ടും മാറിയില്ലെങ്കിൽ മാത്രം നമ്മൾ ഈ ആസ്പിരിൻ ടാബ്ലറ്റിലേക്കും അതുപോലെ തന്നെ മുറിവെണ്ണയൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ ടീ ട്രീ ഓയിൽ അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ടീ ട്രീ ഓയിൽ വേണമെങ്കിൽ ഡയലൂട്ട് ചെയ്തിട്ടോ അല്ലാതെയോ നമുക്കത് ഇതുപോലെ തന്നെ ബഡ്സിലാക്കിയിട്ട് ഇതിന് ചുറ്റും വെച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പം മൂക്കുത്തി ഉള്ളോട്ട് ഇറങ്ങി പോകുന്നവർ മാത്രം ഈ നൂല് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് ചെയ്താൽ മതി. ഇതൊന്നും വേറെ ആരും ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. ഇപ്പം ആസ്പിരിൻ വെക്കാത്തവരാണെങ്കിലും നീര് വന്നിട്ട് മൂക്കുത്തി ഇറങ്ങിപ്പോവാണെങ്കിൽ ഇതൊന്ന് ചുറ്റി വെക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ആ മൂക്കുത്തി ഉള്ളോട്ട് ഇറങ്ങിപ്പോണ ആ ഒരു പ്രോബ്ലം മാറി കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തട്ടാൻ്റെ അടുത്ത് കുത്തുന്നതായിരിക്കും, അവിടെ പോയിട്ട് കുത്തുന്നതായിരിക്കും നല്ലത്, നമ്മൾ ഗൺ ഷൂട്ട് ചെയ്യുന്നതിനെക്കാട്ടും അതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നു. പക്ഷെ കുറേ പേര് പറഞ്ഞിരുന്നു അങ്ങനെയൊന്നുമില്ല, ഇപ്പം മറ്റോരും എന്താ പറയുക ജ്വല്ലറിന്നൊക്കെ ഗൺ ഷൂട്ട് ചെയ്ത് വരുന്നവർ നന്നായിട്ട് ചെയ്യുന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ ഒരു അഭിപ്രായമാണ് നമ്മൾ തട്ടാൻ്റെ അടുത്ത് പോയിട്ട് കുത്തുക. അവർക്കറിയാം നമ്മുടെ മൂക്കിന് ഓരോ സ്ഥാനമുണ്ട്. ജസ്റ്റ് അവരിങ്ങനെ പിടിച്ചു നോക്കും. നമ്മുടെ മൂക്ക് കുത്തുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഇവിടെ ഒരു വര വരില്ലേ, ആ വരയിലാണ് നമ്മൾ മൂക്ക് കുത്തേണ്ടതെന്ന് പറയണത്. ഇപ്പം ജ്വല്ലറി ഞാൻ കുത്തിയ സമയത്തും അവർ അങ്ങനെയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനാണ് നമ്മൾ തട്ടാൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുക. അവർ കറക്റ്റ് ഞരമ്പൊക്കെ പിടിച്ചു നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മുടെ മൂക്ക് കുത്തണത്. അപ്പം പ്രോബ്ലംസ് കുറയുന്നതാണ് എല്ലാവരും പറയുന്നത്. പണ്ടുള്ള ആൾക്കാരൊക്കെ കുത്തിയിരുന്നില്ലേ, തട്ടാൻ്റെ അടുത്ത് പോയിട്ട് തന്നെയായിരുന്നു കുത്തിയിരുന്നത്. അന്ന് ഈ ഗൺ ഷൂട്ടൊന്നുമില്ല, അവർക്കൊന്നും ഒരു പ്രോബ്ലം അല്ല. ഇപ്പം എൻ്റെ അമ്മ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്കാണ് കൂടുതലും പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാത് കുത്തണ സമയത്ത് ഇവിടെ ഫസ്റ്റ് കുത്തണ സമയത്ത് അതിന് പ്രശ്നമില്ല. കാരണം ഇവിടെ വലിയ എന്താ പറയുക ഹാർഡല്ല, തൊട്ടറിയാം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇങ്ങനെ മേലോട്ട് പോകും തോറും ഇവിടെയൊക്കെ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ കുത്തണ സമയത്ത് വല്ല ഞരമ്പിലൊക്കെ കയറി കുത്തിക്കഴിഞ്ഞാലാണ് അവിടെ ഇതുപോലെ തന്നെ ഈ കെലോയിഡ്സ് ബംസൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അത്ര ഇഷ്ടമുള്ളവർ മാത്രം കുത്തിയത്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പം പേടിച്ചിട്ടാണ്. എന്താ പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്, നല്ല വേദനയാണ്. ഈ ഇങ്ങോട്ടൊക്കെ കുത്തിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ചേച്ചി കുത്തിയ സമയത്തും ചേച്ചി പറഞ്ഞിരുന്നു ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നേ കുത്തിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ മേക്കാതെ കുത്തിയ സമയത്ത് ഈ രണ്ടാമത്തെ കുത്തിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആ ഒരു വേദനയൊക്കെ മാറിയിരുന്നു. പക്ഷെ മൂക്കുത്തിൻ്റെ കാര്യത്തിലാണ് കുറച്ച് പാടുപെട്ടത്. അതുപോലെ തന്നെ നമ്മൾ കുത്തി വരുന്ന സമയത്ത് തോർത്തണ സമയത്ത് മുഖമൊക്കെ തുടയ്ക്കുമ്പോൾ സമയത്തൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഈ റിങ്ങൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, കുത്തിയങ്ങ് വലിയും. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കുത്തി വലിയണ സമയത്ത് അല്ലെങ്കിൽ തോർത്ത് മുണ്ടിൻ്റെയൊക്കെ നൂലിങ്ങനെ വലിയുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ എന്താ പറയുക കൂടുതൽ വേദനയും പഴുക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ഇത്തിരി നല്ല പ്യുവർ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഈ ഉപ്പും ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അതും നമുക്ക് രാത്രിയൊക്കെ ഇത് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് പുറത്തൊന്നും തേച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം കിടക്കണതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം നമ്മളിപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനെ മൂക്കുത്തിക്ക് ചുറ്റും വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിലും നല്ല മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്.
കുട്ടികൾക്കൊക്കെ കാതുകുത്തി വന്നു കഴിഞ്ഞാലൊക്കെ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാനും അതൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്, എല്ലാം ഞാൻ ട്രൈ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുക, എല്ലാത്തിൻ്റെയും കൂടെ റിസൾട്ട് ആയിരിക്കണം ഇന്നിപ്പോൾ മാറി കിട്ടിയത്. എന്തായാലും എനിക്ക് ആസ്പിരിൻ ടാബ്ലറ്റ് വെച്ചിട്ട് എനിക്കൊരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റായിട്ട് തോന്നുന്നത്, ഏതാണോ ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നത്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഉപ്പൊന്ന് വെക്കണേ കൊണ്ട് അതൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഉപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ഇതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാൻ ചെയ്തിരുന്നു, ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തു, ചൂടുവെള്ളം എടുത്തിട്ട്, ഭയങ്കര വെള്ളമല്ല അത്, ഭയങ്കര ചൂടുവെള്ളമല്ല, അത്യാവശ്യം ഒരു ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. മൂക്ക് ഇങ്ങനെ ആക്കി കൊടുത്തു, എന്താ പറയുക, അതിലിങ്ങനെ ഡിപ്പ് ചെയ്യുന്ന മുക്കി കൊടുക്കില്ലേ ഇങ്ങനെ ജസ്റ്റ് ഫുള്ളപ്പം ഇതിൻ്റെ ഉള്ളും അവിടെയൊക്കെ വൃത്തിയാകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതിന് ശേഷമാണ് ഇത് മാറിയത്. കാരണം എനിക്ക് നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, മിക്കവാറും ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊക്കെ പോയിട്ട് നല്ല വൃത്തിയാവുന്നതാണ്. ഇപ്പം നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, ഒരു കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ പേരിൽ എനിക്ക് ഒരു വേദനയില്ല. മൂക്കുത്തി, പിന്നെ എനിക്ക് മൂക്കുത്തി കുറച്ച് ടൈറ്റ് ആയിരുന്നു കേട്ടോ, കാരണം അത് മൂക്കുത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ ഒന്നും അഴിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് മൂക്കുത്തി മാറിയിടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞാനതൊന്ന് അഴിച്ചെടുത്തത്. ഇനി എനിക്ക് പുതിയ മൂക്കുത്തി വാങ്ങി ഇടണമെന്നുണ്ട്. അങ്ങനെ സമയത്ത് ഫാൻസി ഉപയോഗിക്കാൻ ചിലർക്ക് അലർജി ഉണ്ടാവും, ചില മെറ്റൽസ് ഒന്നും എല്ലാവർക്കും പറ്റില്ല. അപ്പം നിങ്ങളും മാക്സിമം ഗോൾഡും വെള്ളിയൊക്കെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാ മെറ്റൽസൊന്നും ചേരണമെന്നില്ല. ചേരണം മീൻസ് അത് ചിലപ്പോൾ സ്കിന്നിന് പറ്റുന്നില്ല. അങ്ങനെ സമയത്ത് നമുക്ക് ചൊറിച്ചിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നിങ്ങൾ മൂക്കുത്തിയൊക്കെ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എന്താ പറയുക, നമുക്ക് സ്കിന്നിന് അത് പറ്റുന്നുണ്ടോ, നമുക്കത് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫാൻസി മൂക്കുത്തികളൊക്കെ വാങ്ങിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാച്ചിട്ട് നമ്മൾ മൂക്ക് എന്താ പറയുക, ഈ ഹോള് ക്ലീൻ ചെയ്യാണ്ടൊന്നിരിക്കരുത്. നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ മൂക്കുത്തിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമ്മൾ ചുറ്റും ഈ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്യണം. ഡെയിലി ക്ലീൻ ചെയ്ത് നല്ലതാണ്. അത്രയ്ക്കും എന്താ പറയുക, നമ്മുടെ മൂക്ക് വൃത്തിയായിരിക്കും, നമ്മളെ ഹോളും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിരിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ മാക്സിമം വൃത്തിയിൽ കൊണ്ട് നടക്കുക. അപ്പോൾ കാത് കുത്തിയാണെങ്കിലും മൂക്ക് കുത്തിയാണെങ്കിലും നമ്മളെന്നും നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുനടന്നാൽ തന്നെ എന്താ പറയുക, നല്ല ഭംഗിയായിരിക്കും, ഒരു ഇൻഫെക്ഷൻ വരുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ചിലരെന്നോട് ചോദിച്ചിരുന്നു ഏത് വശത്താണ് നമ്മൾ മൂക്ക് കുത്തേണ്ടതെന്ന്. ഞാൻ ഇടതുവശത്താണ് കുത്തിയിട്ടുള്ളത്. കൂടുതലും പഴയ ആൾക്കാരൊക്കെ ഇടതുവശത്ത് തന്നെയാണ് ഞാൻ കുത്തിയത് കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡ് ഫാഷൻ എന്നൊക്കെ പറയുന്നത് അന്ന് ഞാൻ കുത്താൻ പോയ സമയത്ത് ആ ഏട്ടൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ വലതുവശത്താണ് ഫാഷൻ എന്നൊക്കെ. പക്ഷേ എല്ലാവരും എന്താ പറയുക, ഇടതുവശത്ത് കുത്തുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇടതുവശത്ത് കുത്തിയത്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല, പക്ഷെ ഞാൻ കുത്തിയത് എന്തായാലും ഇടതുവശത്ത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ ഒരു കസിൻ എനിക്ക് പറഞ്ഞു തന്നൊരു ഓയിൽമെൻറ്റാണ് മൂപ്പി റോസിൻ ഓയിൽമെൻറ്റ്, മൂപ്പിമെൻറ്റ്, അതായത് മൂപ്പി റോസിൻ എന്ന് പറഞ്ഞൊരു ഓയിൽമെൻറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും നല്ലതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കത് കിട്ടുകയാണെങ്കിൽ ഇപ്പം ഇതൊന്നും ഉപയോഗിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ആ ഓയിൽമെൻറ്റ് യൂസ് ചെയ്യുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കുറേ പേര് ഡൗട്ട് ചോദിച്ചത് ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിൽ ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡൗട്ടുള്ളവരൊക്കെ എന്താ പറയുക, അവർ ചോദിച്ചത് ഞാൻ കൊടുത്ത റിപ്ലൈ ഒക്കെ വായിച്ചു നോക്കുക. ഞാനപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. അപ്പം മൂക്ക് കുത്തി എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ മാറിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, ഊരാണ്ടിരിക്കുക. അതായത് നമ്മൾ മൂക്ക് കുത്തി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് കമ്പൽസറി ആണ്. അല്ലെങ്കിൽ എന്തായാലും മിക്കവാറും കൂടുതൽ ആൾക്കാർക്കും ഈ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ 1 മാസം എടുത്തോട്ടെ, 2 മാസം എടുത്തോട്ടെ, അതിനുശേഷം മതി. എന്നിട്ട് മാത്രം നമ്മുടെ മൂക്കുത്തി മാറ്റിയിടാൻ വേണ്ടി നോക്കുക. അത് നിർബന്ധമില്ല. ഇപ്പം ചിലർക്ക് കുത്തുന്ന സമയത്തിരുന്ന് ആ ഒരു ഗൺ ഷൂട്ട് ആവുന്ന സമയത്ത് വേറെ എന്തോ ഒരു മെറ്റലാണ് യൂസ് ചെയ്യുന്നത്, അത് ഗോൾഡ് അല്ലല്ലോ. അപ്പം അത് ചിലപ്പോൾ പറ്റില്ലെങ്കിൽ നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ട് അത് മാറ്റണം. ഇപ്പം അത് തന്നെ വെച്ചിരുന്നത് കൊണ്ട് ചിലർക്ക് പ്രശ്നമില്ല. നിങ്ങൾക്കിപ്പോൾ ഗോൾഡ് അല്ലെങ്കിൽ വേറെ അപ്പം വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പറ്റുകയാണെങ്കിൽ മാക്സിമം ഗോൾഡിന് ഇടുക, അല്ലെങ്കിൽ നമുക്ക് വെള്ളി യൂസ് ചെയ്യാവുന്നതാണ്. അത് ഉണങ്ങിയതിന് ശേഷം മാത്രം ഇട്ടാൽ മതി. പിന്നെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂക്ക് കുത്തി വന്നിട്ട് തന്നെ എന്ത് ചെയ്യുക, ഉപ്പുവെള്ളം എന്നും ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ ഊരി മാറ്റാണ്ട്, അല്ലാണ്ട് തന്നെ ഊരി മാറ്റാണ്ട് ഉള്ള മൂക്കുത്തി തന്നെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനിയിപ്പം ഊരി കഴിഞ്ഞാൽ തുളസിക്കമ്പ് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ എന്താ പറയുക, നമ്മുടെ ആര്യവേപ്പിൻ്റെ കമ്പ് വെച്ച് കൊടുക്കണേ കൊണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിച്ചൊരാളോട് പറഞ്ഞത് കുഴപ്പമില്ല, അതും എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ആയുർവേദ ഗുണങ്ങളുള്ളൊരു കമ്പല്ലേ, ചെടിയല്ലേ, അപ്പം അതിൻ്റെ കമ്പ് വെച്ച് കൊടുക്കുന്നത് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്.
അപ്പോൾ അത് വെച്ചത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻ മാറുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഊരിക്കഴിഞ്ഞ ആൾക്കാർ അത് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവാനില്ല. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് മൂക്കുത്തി എടുത്തിടാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ വരുന്നൊരു ബെല്ലൈക്കണില്ലേ, അതുകൂടെ ക്ലിക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. പിന്നെ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.